സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിനേഷൻ ഓഫ് ഹയർ മെൻ്റൽ ഫംഗ്ഷൻ ആണ് അണ്ടർ സിസ്റ്റം എക്സാമിനേഷൻ ഓഫ് CNS. അപ്പം CNS സിസ്റ്റം എക്സാമിനേഷൻ ഏത് കിട്ടിയാലും നമ്മൾ ഫസ്റ്റ് ഹയർ മെൻ്റൽ ഫംഗ്ഷൻ എക്സാമിനേഷൻ ചെയ്യണം, ജനറൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട്. സോ നമ്മൾ ഫസ്റ്റ് ജനറൽ എക്സാമിനേഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഹയർ മെൻ്റൽ ഫംഗ്ഷൻ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ജനറൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ എക്സാമിൻ ചെയ്തിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേഷ്യൻ്റ് എങ്ങനെയാണ് ലുക്കിംഗ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ പേഷ്യൻ്റ് എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യൻ്റ് എങ്ങനെയാണ് സറൗണ്ടിങ്സിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ അത് പറയാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ്. സോ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പേഷ്യൻ്റ് ഫുള്ളി കോൺഷ്യസ് ആണോ എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ച് ഡ്രൗസി ആയിട്ടാണോ ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ പറയാം. അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് സ്റ്റൂപ്പർ അല്ലെങ്കിൽ കോമ. സ്റ്റൂപ്പർ എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് അവേക്ക് ആയിരിക്കില്ല, പക്ഷേ പെയിൻഫുൾ സ്റ്റിമുലയ്ക്ക് പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യും. അതുപോലെ സ്റ്റേറ്റ് ഓഫ് കോമ എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് ഈവൻ പെയിൻഫുൾ സ്റ്റിമുലയ്ക്കും റെസ്പോണ്ട് ചെയ്യത്തില്ല. തേർഡ് വൺ മെൻ്റൽ ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ് ആണ്. അതിപ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ആൻസൈറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഭയങ്കര റെസ്റ്റ്ലെസ് ആവുന്നുണ്ടോ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബൈസ്റ്റാൻഡർ അടുത്തിട്ടും ചോദിക്കാം ആൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ്ലെസ് ആവുന്നുണ്ടോ എന്നൊക്കെ. അടുത്തത് ഓറിയൻറ്റേഷൻ ആൻഡ് ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ. സോ ഓറിയൻറ്റേഷൻ ആൻഡ് ടൈം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ എന്താ സമയം എന്ന് ചോദിക്കാം. അതായത് എക്സാക്ട് ടൈം പറയാനല്ല, എന്നാലും ഇപ്പോൾ രാവിലെ ആണോ അല്ലെങ്കിൽ ഉച്ചയാണോ വൈകുന്നേരം ആണോ അത് പേഷ്യൻറ്റിന് വാച്ചിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹി ഈസ് ഓറിയൻറ്റഡ് ഇൻ ടൈം. ആൻഡ് അടുത്തത് പ്ലേസ് നമുക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്ത് പേഷ്യൻ്റ് ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പം പേഷ്യൻ്റ് ഏത് സ്ഥലം എവിടെയുള്ളത്, നമ്മളിപ്പോൾ എവിടെയുള്ളത് അതൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹീസ് ഓറിയൻറ്റഡ് ഇൻ പ്ലേസ്. ആൻഡ് ലാസ്റ്റ് വൺ പേഴ്സൺ നമുക്ക് ബൈസ്റ്റാൻഡർ ആരാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള റിലേഷൻ എന്താ, ബൈസ്റ്റാൻഡറിൻ്റെ പേരെന്താ, അതൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പേഴ്സണിലും ഓറിയൻറ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് വൺ മെമ്മറിയാണ്. സോ മെമ്മറി നമ്മൾ 3 ഹെഡിങ്സിൻ്റെ അണ്ടറിലാണ് പറയാം: ഇമ്മീഡിയറ്റ് മെമ്മറി, റീസെൻറ്റ് മെമ്മറി ആൻഡ് റിമോട്ട് മെമ്മറി. സോ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് പേഷ്യൻറ്റിനോട് റിപ്പീറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അത് പേഷ്യൻറ്റിന് പറ്റുന്നുണ്ടെങ്കിൽ ആളുടെ ഇമ്മീഡിയറ്റ് മെമ്മറി പ്രശ്നമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് വൺ റീസെൻറ്റ് മെമ്മറി ഒരു 1-2 ദിവസത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചോദിക്കാം. അതായത് ഇപ്പം ഇന്ന് രാവിലെ പേഷ്യൻ്റ് എന്ത് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്, അല്ലെങ്കിൽ പേഷ്യൻ്റ് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് വന്നത്, അതൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആളുടെ റീസെൻറ്റ് മെമ്മറിക്കും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് റിമോട്ട് മെമ്മറി. സോ റിമോട്ട് മെമ്മറിയിൽ നമുക്ക് വേണമെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പാസ്റ്റിനെ പറ്റി ചോദിക്കാം. അതായത് പേഷ്യൻറ്റിൻ്റെ പേരൻസിനെ പറ്റിയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേ എന്നാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പം എവിടെയാണ് വളർന്നത്, പഠിച്ചത് എന്താ, ഇതൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ റിമോട്ട് മെമ്മറിയും കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് വൺ ഹാൻഡഡ്നെസ്. അത് എഴുതിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ എന്നുള്ളത് അസസ് ചെയ്യണം. So next, delusions and hallucination. So delusions are false beliefs continued to be held despite evidence to the contrary, and hallucinations are false impressions referred to an organ or special sense for which no cause is evident. It can be olfactory, visual and auditory. സോ ഇത് ചോദിക്കുമ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ അടുത്തും ചോദിക്കാം, ബൈസ്റ്റാൻഡറിൻ്റെ അടുത്തും ചോദിക്കാം. അതായത് പേഷ്യൻ്റ് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, അതായത് വേറെ ആരും കേൾക്കാത്ത എന്തെങ്കിലും കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ആരും കാണാത്തത് താൻ കാണുന്നുണ്ട് എന്ന് പേഷ്യൻ്റ് പറയുകയാണെങ്കിൽ അതിനർത്ഥം പുള്ളിക്ക് ഹാലുസിനേഷൻ ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ ഡെലൂഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം അത് അങ്ങനെയാണെന്ന് വിശ്വസിച്ച് അങ്ങനെ അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ബൈസ്റ്റാൻഡറിൻ്റെ അടുത്തും ചോദിക്കാം. സോ നെക്സ്റ്റ് വണ്ണിന് വരുന്നത് ഇൻ്റലിജൻസ് ആണ്. സോ ഇൻ്റലിജൻസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേഷ്യൻറ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ടൈപ്പ് ഓഫ് വർക്ക് ഹി ഡസ്, ഇതിന് രണ്ടിനെയും ബേസ് ചെയ്ത് നമുക്ക് ഇൻ്റലിജൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിമ്പിൾ അരിത്മെറ്റിക് പ്രോബ്ലംസ് കൊടുക്കാം, അഡീഷൻ സബ്സ്ട്രാക്ഷനൊക്കെ, അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നനുസരിച്ചും അയാളുടെ ഒരു ഇൻ്റലിജൻസ് ലെവൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വൺ സ്പീച്ച് ആണ്. സ്പീച്ച് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേഷ്യൻറ്റിന് ഒരു പാസേജ് കൊടുത്ത് അത് വായിക്കാൻ പറയാം. അപ്പം സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പറ്റാവുന്ന പ്രോബ്ലംസ് ആണ്: ഫസ്റ്റ് വൺ ഡിസാർത്തറിയ, സെക്കൻഡ് വൺ അഫേസിയ ആൻഡ് തേർഡ് വൺ അഫോണിയ. സോ ഫസ്റ്റ് വൺ ഡിസാർത്തറിയ എന്ന് പറയുമ്പം ഇറ്റ്സ് എ ഡിഫക്റ്റ് ഇൻ ആർട്ടിക്കുലേഷൻ. ആൻഡ് അഫേസിയ എന്ന് പറയുമ്പം ലാംഗ്വേജ് ഓർഗനൈസേഷൻ തന്നെ തെറ്റാണ്. പ്രോപ്പറായിട്ട് ലാംഗ്വേജ് ഓർഗനൈസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ അല്ലെങ്കിൽ കോംപ്രിഹെൻഡ് ചെയ്യാനോ പറ്റാത്തൊരു കണ്ടീഷൻ. ഇറ്റ് ക്യാൻ ബി either സെൻസറി ഓർ motor. So sensory aphasia എന്ന് പറയുമ്പം the patient is not able to comprehend the written and spoken words. And motor aphasia എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് ആളുടെ തോട്ട്സ് വേർഡ്സ് ആയിട്ട് പറയാനോ എഴുതാനോ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇനി ലാസ്റ്റ് വൺ വരുന്നത് അഫോണിയ എന്ന് പറയുമ്പം പേഷ്യൻ്റ് is not able to produce voice. ആൻഡ് ലാസ്റ്റ് വൺ സ്ലീപ്പാണ്. ഇതാണ് ലാസ്റ്റ് വൺ നമ്മൾ അസസ് ചെയ്യാൻ പോകുന്നത്. സോ സ്ലീപ്പിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ സ്ലീപ്പ് പാറ്റേൺസിനെ പറ്റി ചോദിക്കാം. അതുപോലെ തന്നെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റായികയുണ്ടോ, ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് പേഷ്യൻ്റെ അടുത്ത് ചോദിച്ചറിയാം. സോ ഇതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുമ്പം എക്സാമിനേഷൻ ഓഫ് ഹയർ മെൻ്റൽ ഫംഗ്ഷനിൽ നമ്മൾ നോക്കുക: ഫസ്റ്റ് ജനറൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ, പിന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ഇമോഷണൽ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ്, ഓറിയൻറ്റേഷൻ ആൻഡ് ടൈം, പ്ലേസ്, പേഴ്സൺ, പിന്നെ മെമ്മറി, ഹാൻഡഡ്നെസ്, ഡെലൂഷൻ ആൻഡ് ഹാലുസിനേഷൻ, ഇൻ്റലിജൻസ്, സ്പീച്ച് ആൻഡ് സ്ലീപ്പ്. ഇത് ഇത്രയാണ് നമ്മൾ നോക്കുക. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.